പത്തനംതിട്ട MC റോഡിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ വീട് പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണത്. വീട്ടിലുണ്ടായിരുന്ന രാജേഷ്, ഭാര്യ ദീപ, മക്കൾ മീനാക്ഷി, മീര എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 5:45 ഈ അപകടം നടന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ദൃക്സാക്ഷിയുടെ ഒരു പ്രതികരണമുണ്ട്, അത് കേട്ടിട്ട് തിരിച്ചു വരാം. രാവിലെ 5:45 സംഭവം. അപ്പം വന്നു നോക്കിയപ്പോൾ ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. അവരുടെ ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങിയാൽ കുഞ്ഞുങ്ങളകത്തായിരുന്നു. കുഞ്ഞുങ്ങളൊരു 20 മിനിറ്റ് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തത്. മൂത്ത മോടെ കാലിന് പരിക്കുണ്ടെന്ന് തോന്നുന്നു നല്ല രീതിയിൽ. പിന്നെ ഡ്രൈവറും ഉണ്ടായിരുന്നു, കിളിയും ഉണ്ടായിരുന്നു. അവർ ആംബുലൻസ് വന്നപ്പോഴത്തേന് അവർ കയറി. അവരുടെ തലയ്ക്ക് നല്ല പരിക്കുണ്ട്. സുജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുജു, ഗുഡ് മോർണിംഗ്. വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ കിടക്കുന്ന ഘട്ടത്തിൽ വീടിന് മുകളിലേക്ക് ഒരു വാഹനം വന്ന് വീഴുക എന്നൊക്കെ പറയുമ്പോൾ ആ സാഹചര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് ഇത്രയും വലിയൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ കുടുംബം. എന്താണ് സംഭവിച്ചത്? അവർ എന്താണ് പറയുന്നത്? അവരുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണോ? അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ട. എന്തായാലും ഇതിലെ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ മൂത്ത കുട്ടിയുടെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നാണ് ഈ ദൃക്സാക്ഷിയായി നിൽക്കുന്ന ആളുകൾ പറയുന്നത്. ഇന്ന് പുലർച്ചെ 5:45 പ്രിയ അപകടമുണ്ടാകുന്നത്. ഈ പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ ഈ കുടുംബം ഉറങ്ങിക്കിടക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ അവർ പ്രതികരണം ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ ഉറക്കം ഉണരുന്ന ഒരു സമയം കൂടിയാണ് ഈ 5:45 എന്ന് പറയുന്ന ഈ സമയം. ഈ അപകടം കൂരമ്പാലയിൽ കാലിത്തീറ്റയുമായി വന്ന ലോറി ആ വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട് പൂർണ്ണമായി തകർന്ന ഒരവസ്ഥയാണ്. വീട്ടിലുണ്ടായിരുന്ന 4 പേരായിരുന്നു. അതായത് രാജേഷ്, ഭാര്യ ദീപ, മക്കൾ മീനാക്ഷി, മീന എന്നിവരാണ്. ഇവരെ പരിക്കുകളോടെ ഏറ്റെടുത്ത് ആശുപത്രിയിലേക്കാണ് ആദ്യം പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ലോറിയിലുണ്ടായിരുന്ന ക്ലീനർക്കും ഡ്രൈവർക്കും പരിക്കേറ്റുണ്ട്. അതിലൊരാളുടെ തലയ്ക്കാണ് പരിക്കേറ്റെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സ്ഥലം കൂരമ്പാല പന്തളം MC റോഡിൽ നിരന്തരം അപകടമുണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരത്തിൽ ഒരു സ്ഥലമാണ്. ഇപ്പോൾ അപകട കാരണം വ്യക്തമല്ല. ഇനി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ കാരണമെന്നുള്ള കാര്യത്തിലേക്ക് ചില സംശയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അപകട കാരണം ഉൾപ്പെടെ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് മുതൽ മോട്ടോർ വാഹന വകുപ്പും കൃത്യമായ അന്വേഷണത്തിൽ കൂടി മാത്രമേ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കുകയുള്ളൂ. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു അപകടം തന്നെയാണ്. പ്രിയ സൂചിപ്പിച്ച പോലെ സ്വന്തം വീട്ടിൽ, അതായത് നമുക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന നമ്മുടെ വീട്, ആ വീടിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ ലോറി മറിയുകയും അത് പൂർണ്ണമായി തകരുകയും അവിടെ ഉണ്ടായിരുന്ന 4 പേർക്കും പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാവിലെ തന്നെ വളരെ അതിദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ് നമ്മൾ പങ്കുവെക്കേണ്ടതായിട്ട് വരുന്നത്. പ്രിയ, സുജു, നമുക്കറിയാം ഇപ്പോൾ ശൈത്യകാലമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ വെളിച്ചം വരാനൊക്കെ ഒരുപാട് താമസമാണ്. ഈ 5:45 എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇരുട്ടുമായിരിക്കും. ഈ സമയത്ത് പരിസരവാസികൾ ഉൾപ്പെടെ ഈ ശബ്ദം കേട്ടോ, അതോ അവർക്ക് ഈ ദൃക്സാക്ഷി ഒരാൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പോലും അടുത്തുപോലും അധികം ആളുകൾ ഉണ്ടായിരിക്കില്ല അല്ലേ? സ്വാഭാവികമായിട്ട് അധികം ആളുകൾ ഉണ്ടായിരുന്നു സംശയമുണ്ട്. അതായത് ഈ സംഭവം അറിഞ്ഞ ആളുകൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതാണ് ആംബുലൻസിൽ തന്നെയാണ് ഈ ഡ്രൈവറും സ്പീഡറും സമയത്തെ കയറുകയായിരുന്നു. മറ്റേ വാഹനത്തിലുള്ള ഈ വീട്ടിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കുണ്ട് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. നല്ല കോൺക്രീറ്റ് ചെയ്ത മേൽക്കൂരയാണ്. അത് താഴേക്ക് പതിച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോറി മറിഞ്ഞു വീടിനുള്ളിലുള്ളവർ അകപ്പെടാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അതിൻ്റെ അകത്ത് അവരുടെ ഒരു വിവരണം കൂടി ആവശ്യമാണ്. നമുക്ക് ഇതിൽ പ്രിയ സൂചിപ്പിച്ച ശരിയായ കാര്യം തന്നെയാണ്. കാരണം ഈ ദൃശ്യങ്ങളിലും ഇരുട്ട് നിറഞ്ഞ ദൃശ്യമുണ്ട്. ആദ്യം പക്ഷേ ഈ 5:45 ശേഷം എടുത്ത ആദ്യത്തെ വിഷ്വൽസിലായിരിക്കും ഇത്തരത്തിലുള്ള വിവരണങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും വളരെ ദയനീയമായ ഒരു കാര്യം തന്നെയാണ്. രാവിലെ വീട്ടിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതോ അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതത്വം നമ്മൾ വീട്ടിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനെ സംബന്ധിച്ചോളം കുടുംബത്തെ സംബന്ധിച്ചോളം ഏറ്റവും സുരക്ഷിതത്വം എന്ന് കരുതുന്നതാണ്. അവിടെയാണ് പ്രഭാതത്തിൽ ഒരു വാഹനം ഇടിച്ച് അത് മറിഞ്ഞ് ആ വീട് പൂർണ്ണമായി തകരുന്ന ഒരവസ്ഥ. തകരുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന 4 പേർക്കും പരിക്കുകളോട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. പ്രിയ, എന്തായാലും ഉടൻ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും എന്ന് കരുതാം അല്ലേ സുജു? കാരണം ഇപ്പോഴും അപകട കാരണം വ്യക്തമല്ല. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി, ഈ വാഹനം എങ്ങനെ അവിടേക്ക് കയറി, ഡ്രൈവർ ഉറങ്ങിയതാണോ എന്നതൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു.
തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നമുക്ക് വരും മണിക്കൂറിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം എന്ന് പറയുന്നത് 4 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ അകത്ത് കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ കുട്ടികളുടെ പരിക്ക് എങ്ങനെയുണ്ട്, ഒരാളുടെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നതും എന്നും ആണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ പ്രതികരണം ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ആശുപത്രി അധികൃതരുടെ പ്രതികരണം ആവശ്യമാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 4 പേർക്ക് സാരമായി പരിക്കേറ്റു, വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. ഏതായാലും രാവിലെ 5:45 ഈ ലോറി വീണ് അപകടമുണ്ടായിരിക്കുന്നത്. ഇതിൽ പരിക്ക് അത്ര ഗുരുതരമല്ല എന്ന റിപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്നത്. അത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. നാട്ടുകാരെത്തിയാണ് ഇവരെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയെന്നതും വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശരി സുജു, എന്തായാലും രാവിലെ തന്നെ ഒരു അപകട വാർത്ത, അത് ഞെട്ടിക്കുന്ന ഒരു സംഭവം, ദൃശ്യങ്ങളാണ് നമ്മളൊക്കെ കാണുന്നത്. പത്തനംതിട്ട MC റോഡിൽ കാലിത്തീറ്റമേ വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 4 പേരും എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പരിക്കുകളോടെ അവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നത്, അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യവുമാണ്. എന്താണ് ഈ അപകടത്തിന് കാരണം, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ 5:45 നടന്ന സംഭവമാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്, പത്തനംതിട്ടയിൽ നടന്ന അപകടം.